നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. കണക്കുണ്ടോ എങ്കിൽ പാക്കേജ് തരാം. കുട്ടനാട് പാക്കേജിനായി ചെലവഴിച്ച തുകയുടെ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇനിയും തുക അനുവദിപ്പിക്കാമെന്ന് കെ സുരേന്ദ്രൻ. പാളയത്തിൽ തന്നെ പടപ്പുറപ്പാട്. ബാലകൃഷ്ണപിള്ളയുടെ ചെയർമാൻ സ്ഥാനം നിലനിർത്താൻ നിയമ ഭേദഗതിക്കൊരുങ്ങിയ UDF ഗവൺമെന്റിനെതിരെ KSU രംഗത്ത്. പോളവാരിയാൽ കാശില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പാടശേഖരങ്ങളിലെ പോളവാരൽ ഒഴിവാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനാണെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ. ക്യാമ്പസുകൾ ജാതി സംഘടനകളുടെ റിക്രൂട്ടിംഗ് ഏജൻസികളാക്കി മാറ്റിയെന്ന് അഡ്വക്കേറ്റ് M. ലിജു. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജിനു വേണ്ടി അനുവദിച്ച തുക എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതിന് ശേഷം മാത്രമേ ഇനി പാക്കേജിനായി തുക അനുവദിപ്പിക്കുകയുള്ളൂവെന്ന് BJP സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ. കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമങ്കരിയിൽ സംഘടിപ്പിച്ച കുട്ടനാട് പാക്കേജിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പാക്കേജ് പുനഃസ്ഥാപിക്കണം, ഉമ്മൻചാണ്ടിയുടെ ആവശ്യമാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവശ്യമാണ്. ആന്റണിയുടെ ആവശ്യമാണ്. മാണിയുടെ മകന്റെ ആവശ്യമാണ്. ഇത് നരസിംഹറാവുവിന്റെയോ മൻമോഹൻ സിംഗിന്റെയോ ഗവൺമെന്റ് അല്ല. കുട്ടനാട് പാക്കേജിന് അനുവദിച്ച തുകയുടെ കാര്യത്തിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ കുട്ടനാട് പാക്കേജിന് വേണ്ടി അടുത്ത തുക അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. കുട്ടനാട് പാക്കേജിന് വേണ്ടി ചെലവഴിച്ച തുക എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് ഉമ്മൻചാണ്ടിയും കേരള ഗവൺമെന്റും ഇവിടുത്തെ MP-മാരും ജനങ്ങളോട് പറയണം. ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ, നടപ്പിലാക്കാത്ത പദ്ധതികളുടെ പേരിൽ പണം എഴുതിയെടുത്ത ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അത് തിരിച്ച് സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കാൻ തയ്യാറാവണം. എന്നിട്ട് വേണം നരേന്ദ്രമോദിയോട് ചോദിക്കാൻ. ഞങ്ങൾ ഈ പ്രശ്നം ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുട്ടനാട് പാക്കേജിൽ നടന്ന തട്ടിപ്പുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങളിത് കേന്ദ്രത്തിലെ എല്ലാ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ ഇത് സമർപ്പിക്കും. അതിനുശേഷമാണ് അടുത്ത ഘട്ടം പദ്ധതിയെക്കുറിച്ചും പണം കൊടുക്കുന്നതിനെക്കുറിച്ചും. ഈ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പദ്ധതികളൊന്നും, പണമൊന്നും യഥാർത്ഥത്തിൽ അതിന്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇതിന് ഉത്തരം പറയണം. കുട്ടനാട് പാക്കേജിൽ ഇതുവരെ ചെലവഴിച്ച തുക എത്രയാണ്? അതെങ്ങനെയാണ് ചെലവഴിച്ചത്? ഏതൊക്കെ പദ്ധതികൾക്കാണ് ചെലവഴിച്ചത്? ആ ചെലവഴിച്ചതിന്റെ പേരിലുള്ള പ്രയോജനം എന്താണ് കുട്ടനാട്ടെ കർഷകന്മാർക്ക് ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ജനങ്ങളോട് പറയണം. പാക്കേജിന്റെ മറവിൽ നടന്ന കൊള്ളയുടെ ശരിയായ വിവരങ്ങൾ BJPക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഈ തുക എവിടെ, എപ്പോൾ, എങ്ങനെ ചെലവാക്കിയെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് തുറന്നു പറയണമെന്നും ഇല്ലാത്ത വിത്തുൽപാദന കേന്ദ്രത്തിന്റെ മറവിൽ കോട്ടയത്ത് തട്ടിയെടുത്തത് 9.32 കോടി രൂപയാണെന്നും പാക്കേജ് നടപ്പിലാക്കാതെ പോയതിന്റെ കാര്യങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് MPയും കുട്ടനാട് MLAയും വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് MP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് KS രാജൻ, BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാംകുളം പരമേശ്വരൻ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, TK അരവിന്ദാശൻ, PK വാസുദേവൻ, MR സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. R ബാലകൃഷ്ണപിള്ളയെ മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്താൻ നിയമ ഭേദഗതിക്കൊരുങ്ങുന്ന സർക്കാർ നിലപാടിനെതിരെ KSU രംഗത്ത്. ബാലകൃഷ്ണപിള്ളയുടെ പാദത്തിനനുസരിച്ച് ചെരുപ്പ് മുറിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെയർമാൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നിലനിൽക്കുകയാണ്. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അധ്യക്ഷനാവുന്നതിനു വേണ്ടി നിയമക്രമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള ശ്രമം കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് കോൺഗ്രസ് വലിയ പരാജയത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് കോൺഗ്രസ് വലിയ പരാജയത്തെ നേരിട്ടത് അഴിമതിക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ല എന്നതുകൊണ്ടാണ്. അഴിമതിക്കാരെ സംരക്ഷിച്ചു എന്ന് പറയുന്നില്ല, അഴിമതി നടത്തിയെന്ന് പറയുന്നില്ല. പക്ഷേ അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുമ്പോൾ അതാണ് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമെന്ന് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് അഴിമതിക്കാരനായ ഒരു നേതാവിന് ഒരു ക്യാബിനറ്റ് പദവിയുടെ ചെയറിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിയമ ഭേദഗതി നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പാദത്തിന് അനുസരിച്ച് ചെരുപ്പ് മുറിക്കാനുള്ള നീക്കം കേരളത്തിലെ ഗവൺമെന്റ് ഉപേക്ഷിക്കണമെന്നാണ്. വിദ്യാഭ്യാസ വകുപ്പ് വിഭജിക്കണമെന്നും കുസാറ്റ് വൈസ് ചാൻസലറെ പുറത്താക്കണമെന്നും VS ജോയി ആവശ്യപ്പെട്ടു. ലഹരിമുക്ത മതേതര അക്രമരഹിത ക്യാമ്പസ് എന്ന മുദ്രാവാക്യമുയർത്തി KSU നടത്തുന്ന ജാഥ ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും ജോയി പറഞ്ഞു. NSU ദേശീയ സെക്രട്ടറി S ശരത്, അഡ്വക്കേറ്റ് AM രോഹിത്, ദേവദാസ് മല്ലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടേതെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രിവൻ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങളിലെ പോളവാരൽ ആരംഭിച്ച ഘട്ടത്തിൽ ഇത് നിർത്തലാക്കുകയും ആസ്തി വികസന പദ്ധതികൾ മാത്രമേ ചെയ്യാവൂ എന്ന നിർദ്ദേശം ഏകപക്ഷീയമായി മറ്റാർക്കോ വേണ്ടി നിലപാട് സ്വീകരിച്ച് സ്വന്തം സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കാൻ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രമിക്കുകയാണെന്നും നെല്ലുൽപാദിപ്പിക്കുന്നതിന് വേണ്ട ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നത് ഏറ്റവും വലിയ ആസ്തി വികസന പദ്ധതിയാണെന്നും ഇതല്ലാതെ മറ്റെന്ത് ആസ്തി വികസനമാണ് കുട്ടനാട്ടിൽ ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും പോളവാരൽ നിർത്തലാക്കിയത് കുട്ടനാട്ടിലെ കർഷകർക്ക് ദോഷകരമായി തീരുമെന്നും തൊഴിലുറപ്പ് പദ്ധതി എന്നത് തൊഴിൽ നൽകുന്നതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൂടിയാണെന്നും ഇത് തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും CP ബ്രിവൻ പറഞ്ഞു. പാടശേഖരങ്ങളിലെ പോളവാരലും അത് സമാഹരിച്ച് വളമാക്കി മാറ്റുന്ന പ്രക്രിയയും ഈ കഴിഞ്ഞ ദിവസം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടുള്ള ആള് ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ട് ആസ്തി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള തൊഴിലുകൾ മാത്രമേ എടുക്കാവൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ട് ഈ പണി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. ഈ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന ആസ്തി സൃഷ്ടിക്കലല്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഏകപക്ഷീയമായി മറ്റാർക്കൊക്കെയോ വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥത താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഈ നിലപാടുകൾ മൂലം ഈ കുട്ടനാടൻ പ്രദേശങ്ങളിലെ നല്ലൊരു ശതമാനം കർഷകരും അതിശക്തമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്ത തരത്തിലുള്ള യാതൊരുവിധ വർക്കുകൾ കൊണ്ടും ഈ കുട്ടനാടൻ മേഖലയിൽ യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് തൊഴിൽ നൽകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് അതിൽ അർത്ഥമാക്കുന്നത്. ആ അർത്ഥമാക്കുന്ന യഥാർത്ഥ ഉദ്ദേശം അട്ടിമറിക്കാൻ വേണ്ടിയാണ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളെ ജാതിമത സംഘടനകൾ തങ്ങളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു. വിദ്യാഭ്യാസ പുരോഗതിക്കായി ജാതിമത സംഘടനകൾ വഹിച്ച പങ്ക് വലുതാണെന്നും എങ്കിലും ഓരോ മതത്തിനും ജാതിക്കും കോളേജുകൾ ലഭിച്ചതോടെ ക്യാമ്പസുകളെ തങ്ങളുടെ റിക്രൂട്ടിംഗ് ഏജൻസികളാക്കി മാറ്റിയെന്നും ഇതുവഴി ജാതിമത ശക്തികൾക്കായി ക്യാമ്പസുകൾ വഴിമാറുകയാണ്. ഇത് കാരണം ക്യാമ്പസ് രാഷ്ട്രീയം നിർത്തലാക്കിയതാണെന്നും അഡ്വക്കേറ്റ് ലിജു പറഞ്ഞു. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കാൻ KSUവിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ഇതിനായി KSU മുഖ്യ പരിഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരി വിമുക്ത അക്രമരഹിത മതേതര ക്യാമ്പസ് എന്ന മുദ്രാവാക്യം ഉയർത്തി KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി നയിക്കുന്ന വാഹനജാഥയ്ക്ക് എടത്തുവായിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പകരം ജാതി സംഘടനകൾ ഓരോ ക്യാമ്പസുകളിലും പിടിമുറുക്കുകയാണ്. പ്രത്യേകിച്ച് മാനേജ്മെന്റുകൾ ഇപ്പോൾ ക്യാമ്പസുകളിൽ ബഹുഭൂരിപക്ഷവും എയ്ഡഡ് കോളേജുകളാണ്. ഓരോ മതത്തിനും ഓരോ ജാതിക്കും ക്യാമ്പസുകൾ ലഭിച്ചിരിക്കുന്നെങ്കിൽ കോളേജുകൾ കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കായി ജാതി മത സംഘടനകൾ ചെയ്ത പങ്കിനെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ വളരെ ആസൂത്രിതമായി മതസംഘടനകളും ജാതി സംഘടനകളും ക്യാമ്പസുകളെ അവരുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി സ്ഥലമായി മാറ്റിയിരിക്കുന്നു. രാഷ്ട്രീയമില്ലാതെയായപ്പോ ആ സ്ഥാനത്ത് കടന്നു വരുന്നത് ജാതിയാണ്. രാഷ്ട്രീയമില്ലാതെയായപ്പോ തൽസ്ഥാനത്ത് കടന്നു വരുന്നത് മതമാണ്.
കുട്ടികൾ മതപരമായി, രാഷ്ട്രീയത്തിനപ്പുറത്ത് മതപരമായി സംഘടിക്കുന്ന ഒരവസ്ഥ, ജാതിയുടെ പേരിൽ സംഘടിക്കുന്ന ഒരവസ്ഥ ഇന്ന് ക്യാമ്പസുകളുടെ ഒരു പൊതു അവസ്ഥയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ, അക്രമം, ലഹരി, ജാതിമത സംഘടനകളുടെ വർഗീയത, ഇതൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളെ കീഴടക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വീകരണ സമ്മേളനത്തിൽ ടിജിൻ ജോസഫ്, സജി ജോസഫ്, ശരത്, അജോ ആന്റണി, PK വിജയൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂലിത്തർക്കത്തെ തുടർന്ന് ചങ്ങങ്കരി, ഇരവുകരി വടക്കുംഭാഗം പാടശേഖരത്തിൽ നെല്ല് കെട്ടിക്കിടക്കുന്നു. ദുരിതത്തിലായ കർഷകർക്ക് ആവശ്യമായ സഹായം നൽകുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ D സുരേഷ് കുമാർ. ചങ്ങങ്കരി, ഇരവുകരി വടക്കുംഭാഗം പാടശേഖരത്ത് കൊയ്ത്ത് കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് പാടശേഖരത്ത് തന്നെ കെട്ടിക്കിടക്കുകയാണ്. തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. IRC തീരുമാനപ്രകാരം 90 രൂപയാണ് നെല്ല് ലോറിയിൽ കയറ്റുന്നതിന്. എന്നാൽ 130 രൂപയാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. ഇത് നൽകാൻ കർഷകർ തയ്യാറാകാത്തതാണ് തർക്കത്തിന് കാരണം. ഉത്തരവാദപ്പെട്ട ആൾക്കാരോട് പറയാനുള്ളത്, ഈ പാടത്തെ രണ്ടാം കൃഷി ആദ്യമായിട്ട് ചെയ്യുകയും നിലവിലുള്ള കൂലി അമിത കൂലി ആയത് കാരണം ഇത്തവണ പൊതുയോഗം കൂടി ഒരു കൂലി നിശ്ചയിക്കണമെന്നും എല്ലാ ആൾക്കാരോടും പറയുകയും ലേബർ ഓഫീസ് കടലാസ് കൊടുക്കുകയും ചെയ്തതിന്റെ പേരിൽ ലേബർ ഓഫീസ് ഇടപെടുകയും ചെയ്തു. 110 രൂപ മുതൽ 150 രൂപ വരെ കൂലി മേടിക്കുകയും ഈ കൂലി വർധന നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് IRC തീരുമാനമനുസരിച്ച് ഇത് നടപ്പാക്കി തരണമെന്ന് ഉദ്യോഗസ്ഥന്മാരോടും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരോടും താഴ്മയായി അപേക്ഷിക്കുന്നു. ഇത് കൊയ്തിട്ട് ഇന്ന് 12-ാം തീയതി മുതൽ കൊയ്ത നെല്ലാണ്. ഈ കൂലിത്തർക്കം കാരണം എടുക്കാതെ കിളുത്ത് നശിച്ചു കിടക്കുന്നു. അവര് കൂലി പറയുന്നത് 130 രൂപ, ലോറിയെ കൊടുക്കുന്ന 130 രൂപ, റോഡിൽ നിന്നെടുത്ത് ലോറിയെ കൊടുക്കുന്ന 130 രൂപയും വളത്തിൽ ലോറിയിലോട്ട് കയറ്റുന്നത് 140 രൂപയും കൊടുക്കണമെന്നാണ്. ഇത് IRC തീരുമാനമനുസരിച്ച് വൻ ചതിയാണ്. നെല്ല് വാരി തൂക്കി ചാക്കി കയറ്റി ലോറിയെ കയറ്റി അട്ടി അടുക്കി കൊടുക്കുന്നതിനാണ് IRC തീരുമാനമനുസരിച്ച് 90 രൂപ നെല്ല് വാരിയിടുന്നത്. ഇത് ഞങ്ങൾ വാരിയേയും വേണം. അവർ ചുമന്ന വണ്ടിയെ വെക്കുന്നതിന് 130 രൂപ കൂലിയും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ കൊണ്ട് 140, 130 ഇത് അമിതമായ കൂലിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കവിഞ്ഞു കയറിയതിനെ തുടർന്ന് 1 ലക്ഷത്തോളം രൂപയോളം മുടക്കിയാണ് ബണ്ട് സംരക്ഷണം ഉൾപ്പെടെ നടത്തി കൃഷി സംരക്ഷിച്ചത്. എന്നാൽ ദിവസങ്ങളോളം വെള്ളം കെട്ടുന്നതിനാൽ ഏക്കറിന് 10 ക്വിന്റലിന് മുകളിൽ വിളവ് കർഷകർക്ക് ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, വളരെയേറെ കഷ്ടതകൾ സഹിച്ച് ഉൽപ്പാദിപ്പിച്ച നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ടും വിൽക്കുവാൻ സാധിക്കാത്ത നിലയാണ്. തുലാമഴ ശക്തമായതോടെ കിട്ടിയ നെല്ല് മഴയിൽ കിളിർത്തു തുടങ്ങി. എന്നിട്ടും തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് കർഷകർ ജില്ലാ ലേബർ ഓഫീസറെ സമീപിച്ചത്. കർഷകർക്ക് തങ്ങളുടെ നെല്ല് നൽകുന്നതിന് നിലവിലുള്ള കൂലി നൽകിയാൽ മതിയെന്നും ഇതിനാവശ്യമായ സഹായം നൽകാമെന്നും ജില്ലാ ലേബർ ഓഫീസർ D സുരേഷ് കുമാർ പറഞ്ഞു. കുട്ടനാട് IRC ലേബർ കമ്മീഷൻ ഓഫീസിൽ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്ന കൂലി 90 രൂപയാണ്. ഈ 90 രൂപയിൽ 1 രൂപ കൂടുതൽ ഒരു കർഷകരും കൊടുക്കരുതെന്നുള്ളതാണ് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായം. എല്ലാ ട്രേഡ് യൂണിയന്റെ ഭാരവാഹികളും കർഷകരുടെ ഭാരവാഹികളും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് എടുത്ത തീരുമാനമാണിത്. അതിന്റെ മിനിറ്റ്സാണ് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മിനിറ്റ്സ് പ്രകാരമുള്ള കൂലി അല്ലാതെ 1 രൂപ കൂടുതൽ ഒരു പാടശേഖരം ആർക്കും കൊടുക്കാൻ പാടില്ല. നെല്ല് ചുമക്കുക എന്നുള്ളത് കർഷക തൊഴിലാളികൾക്കുള്ള അവകാശമാണ്. ചുമട്ട് തൊഴിലാളികൾക്ക് ഇതിൽ യാതൊരുവിധ അവകാശങ്ങളുമില്ല. കർഷകർക്ക് സ്വന്തമായിട്ട് ചുമടുകയോ അല്ലെങ്കിൽ ഈ പാടശേഖരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിയെടുക്കുന്ന ആർക്ക് വേണമെങ്കിൽ ഈ ജോലി ചെയ്യാവുന്നതാണ്. 90 രൂപ കൂടുതൽ കൂലി ആരെങ്കിലും മേടിച്ചാൽ അവർക്കെതിരെ ഞങ്ങൾ സർക്കാർ തലത്തിൽ നടപടിയെടുക്കുന്നതാണ്. എടത്വ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. തിങ്കളാഴ്ച എടത്വ അപ്പുക്കുട്ടൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻപിലിരിക്കുന്നവരും പുറകിലിരിക്കുന്നവരും എല്ലാമായിട്ടുള്ളവർ കുട്ടനാട്, ആ കുട്ടനാട് എന്ന് പറയുന്ന വളരെ വലിയ കായലിന്റെ അത്യഗാധതയിൽ നിന്ന് മണ്ണിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നവരുടെ ചരിത്രം ചിത്ര മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേരിന്റേതടക്കമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ചില വിവേചനം ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് ഇഷ്ടപ്പെട്ടയാണെന്ന് ചെറുക്കനും ഒക്കെ ഇടാം. കാളി, കോത, ചീത, ചിരുത, നാണി, നീലി, നങ്ങേലി, മാല, നീലു, മാധവി, മറിയം, നാരണി, നങ്ങ, ചിരുതി, എല്ലാം ചീത്തപ്പേരുകൾ, പഴയ അമ്മമാരുടെ പേരുകളാണ്. കുട്ടൻ, കിട്ടൻ, കുഞ്ഞാറാണൻ, കുഞ്ഞെട്ടിയാതി, കുടുങ്കാളി, കറിയ, കുറിയ, കുഞ്ഞെട്ടിയാതി, കരണൻ, കണ്ണൻ, കുഞ്ഞൗത, ഇതെല്ലാം പണ്ടത്തെ പേര്. പോയി ഇതായിരിക്കുന്നവരെല്ലാം സുന്ദരികൾ, സുന്ദരന്മാരും അത്യാവശ്യമുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു.
രാജൻ സോമൻ ചന്ദ്രകുമാരൻ ജോണി ജോയി ബേബിച്ചൻ അമ്മിണി ഓമന തങ്കം ലീല ജിമ്മി നിർമ്മല ജാനമ്മ മോളി സരള വത്സല ലളിത റാണി രമണി മധുവാണി വിമല കമല മല്ലിക മാലതി വിജയൻ വസുപതി വനജാക്ഷി പേരെ 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 പേരിലുണ്ടായ മാറ്റം ഒരു സമൂഹത്തിലുണ്ടായിട്ടുള്ള വ്യാപകമായ സംസ്കാരത്തിന്റെ വളർച്ചയുടെ ലക്ഷണമാണ്, വായനയുടെ ലക്ഷണമാണ്. ആ വായനയുടെ ഒരു ലോകത്തേക്ക് മടങ്ങിപ്പോകണം എന്ന് ഞാനിപ്പോൾ ഈ അമ്മമാരോട് സഹോദരിമാർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എൽ. ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജോർജ് മാത്യു പഞ്ഞിമരം, ജിൻസി ജോളി, പോളി തോമസ്, രമണി എസ് ബാനു, സെക്രട്ടറി ഉല്ലാസ് കുമാർ ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ 2014 കേരളോത്സവം ഒക്ടോബർ 25, 26 തീയതികളിലായി നടക്കും. കലാ കായിക മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ഈ മാസം 21 അവസാനിക്കും. അപേക്ഷകർ ജനനതീയതി തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ നിർബന്ധമായും ഹാജരാക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം ഒക്ടോബർ 24, 25 തീയതികളിൽ നെടുമുടി, PWD ഗ്രൗണ്ട്, ആറ്റുവാത്തല LP സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമപഞ്ചായത്തിലോ വാർഡ് മെമ്പർമാർ മുഖേനയോ 21 തീയതിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വേടപ്ര തായങ്കിരി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിട്ടും ഇത് നന്നാക്കാൻ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാകുന്നു. കുട്ടനാട്ടിലെ തന്നെ ഏറെ തിരക്കുള്ള റോഡാണ് വേടപ്ര തായങ്കിരി എടത്തുവ റോഡ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഇന്നത്തെ സ്ഥിതി ഇതാണ്. വേടപ്ര പഴുതിക്ക് സമീപവും കുടുപ്പനപ്പള്ളിക്ക് സമീപവും റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വഴിവിളക്കുകളില്ലാത്ത ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എന്നിട്ടും PWD ഉദ്യോഗസ്ഥർ ഈ റോഡ് നന്നാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. 300 മീറ്റർ ദൂരത്തിൽ റോഡ് തകർന്ന് നടക്കുക. ബൈക്കുകാർ പലരും മറിയുന്നുണ്ട്. ഈ പലരെയും ഞങ്ങൾ പൊക്കിയെടുത്ത് മാറ്റി. ഞങ്ങൾ അയലോകത്ത് താമസിക്കുന്ന ആളാണ്. ഒരു ഓട്ടോക്കാരനും കൂടെ ഓടിയാൻ
ഈ കുഴി തകർന്നു വണ്ടിയൊന്ന് ഓടിച്ചു നോക്കണം, എന്നാലും എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. ആരെങ്കിലും ബന്ധപ്പെട്ടായിരുന്നു ഇത് പറഞ്ഞു? ഇതാരോട് ബന്ധപ്പെടാൻ ഒരുപാട് നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതേപ്പറ്റി വാരും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ വെള്ളപ്പൊക്കത്തിലാണോ കൂടുതൽ? ഈ വെള്ളപ്പൊക്കത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ റോഡ് തകർന്നത്. നമ്മുടെ ടൈറ്റാനിക് പാലത്ത് തന്നെ നമ്മുടെ ഈ കൊടുപ്പിനയുടെ അതിർത്തി വരെ ഈ റോഡ് തകർന്നു കിടക്കും. ഒരു കൃഷി മാത്രമുള്ള പാടശേഖരങ്ങളിലൂടെ കടന്ന് റോഡ് പല സ്ഥലങ്ങളിലും താഴ്ന്നു കിടക്കുന്നതിനാൽ പാടശേഖരത്ത് വെള്ളം കയറ്റുന്നതോടെ വെള്ളത്തിനടിയിലാകും. ഇതോടെ വാഹന ഗതാഗതം നിലയ്ക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. എന്നിട്ടും ദിവസവും ഈ റോഡിലൂടെ കടന്നു പോകുന്ന PWD അധികാരികൾ ഈ ദുരവസ്ഥ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വർഷം തോറും കുഴിയടക്കൽ പ്രക്രിയയിലൂടെ ലക്ഷങ്ങൾ ചെലവഴിക്കുവാൻ ഒരു മടിയും കാട്ടാത്ത PWD അധികാരികൾ കുട്ടനാട്ടിലെ കാലാവസ്ഥയ്ക്കനുസൃതമായി റോഡുകൾ പുനഃക്രമീകരിക്കുവാൻ ശ്രമിക്കാത്തതിന് പിന്നിൽ ഉദ്യോഗസ്ഥ കരാറുകാരുടെ പണക്കൊതി ഒന്നു മാത്രമാണ് എന്നതാണ് സത്യം. അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവായ വിമുക്ത ഭടൻ ആലപ്പുഴയിൽ പിടിയിൽ. മിലിറ്ററി സുജേഷ് എന്ന് വിളിക്കുന്ന സുജേഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് കൈത്തോക്കുകളും വെടിയുണ്ടകളും പോലീസ് കണ്ടെടുത്തു. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചെങ്ങന്നൂർ, തിരുവണ്ടൂർ, ഇരമല്ലിക്കര സ്വദേശിയായ സുജേഷ് കുമാർ കഴിഞ്ഞ 14 വർഷമായി മിലിറ്ററിയിൽ സിഗ്നൽ മെക്കാനിക്കായി ജോലി ചെയ്തിരുന്നു. ഇയാളെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. കോട്ടയം നാഗമ്പടം, തിരുവല്ല, ആലപ്പുഴ ബീച്ച്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് മോഷ്ടിച്ച 6 ബൈക്കുകളും ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നിന്ന് മോഷ്ടിച്ച ഒരു മാരുതി കാറും പോലീസ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ആലപ്പുഴ ടൗണിലും അതുപോലെ തന്നെ കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യാപകമായിട്ട് എൻഫീൽഡ് ബുള്ളറ്റുകൾ ഇങ്ങനെ മോഷണം പോകുന്ന ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ കൂടുതലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീച്ചിൽ നിന്ന് തന്നെ ഒരു ചേർത്തല മാരാരിക്കുളം സ്വദേശി ഒരു പയ്യൻ്റെ ഇന്ന് ഒരു 8000 രൂപ ഒരു മൊബൈൽ ഫോണും കൂടെ ഷാഡോ പോലീസ് ചമന് ഒരാൾ വന്ന് തട്ടിയെടുത്തായിട്ട് ഒരു പരാതി കിട്ടി. അപ്പം ഇത് രണ്ടും കൂടെ ആയിട്ട് അപ്പോൾ എൻഫീൽഡ് നടക്കുന്ന ആളാണ്, അതുപോലെ തന്നെ പോലീസിൻ്റെ ലുക്കുള്ള ആളാണ്, അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ മോഷണം പോയതായിട്ട് വന്നു. അപ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ IME വെച്ചുള്ള സൈബർ സെല്ലുമായിട്ടുള്ള സഹകരണത്തോടുകൂടി അന്വേഷിച്ചതെന്നാണ് ഈ പ്രതി ആരാണെന്ന്. പ്രതി എന്ന് പറയുന്നത് മിലിറ്ററിയിൽ 14 വർഷം സർവീസ് ചെയ്ത് അവിടെ നിന്ന്, അതായത് 15 വർഷം തികയാതെ അവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് അവർ വിട്ടതാണ്. അപ്പം മിലിറ്ററി സുജേഷ് കുമാർ എന്നാണ് പുള്ളിയെ അറിയപ്പെടുന്നത്. അപ്പം അന്വേഷിച്ചപ്പം പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നമുക്ക് ആലപ്പുഴ ടൗണിൽ നിന്ന് 2 എൻഫീൽഡ് ബുള്ളറ്റ്, അതുപോലെ തന്നെ ബീച്ചിലെ ഈ റോബറി, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി, കോട്ടയം എന്നീ സ്ഥലങ്ങളിൽ 2 എൻഫീൽഡ് ബുള്ളറ്റ്, ചിങ്ങവനത്തു നിന്ന് ഒരു പൾസർ, ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നിന്ന് ഒരു മാരുതി 800. വാഹനങ്ങൾ മോഷ്ടിച്ച ശേഷം മിലിറ്ററിയിൽ നിന്ന് ലേലത്തിൽ പിടിച്ചതാണെന്ന വ്യാജേന നമ്പർ പ്ലേറ്റുകളും കൃത്രിമ രേഖകളും ഉണ്ടാക്കി മറച്ചു വിൽക്കുകയായിരുന്നു ഇയാളുടെ പതിവ്. നിരവധി മോഷണ കേസുകളിലെ പ്രതി കൂടിയാണ് സുജേഷ്. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തിങ്കളാഴ്ച നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ഗവർണർ P. സദാശിവം നിർവഹിച്ചു. Here another information, immediately after assumption of office as Chief Justice of India in the Supreme Court, next week I visited my school where I studied. I studied in a very, very remote government school in Tamil medium. I verified this small bench, height of 1 foot height. We were not given so much of a heavy subject. I thought it is my duty to convey one more message because the audience are able to see most of them are students and respected teachers of this college. The students must learn to respect their teachers. I give one illustration. When I was practicing as an advocate, at that time I was a government leader of the government of Tamil Nadu. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി, ഫാദർ ജോൺ മണക്കുന്നിൽ, പ്രിൻസിപ്പൽ PC അനിയൻ കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. 1965 ജൂലൈ 19 തീയതി ആരംഭിച്ച എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് 50ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തിങ്കളാഴ്ച തുടക്കം കുറിച്ചത്. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് എഴുമാങ്കരി 340 പാടശേഖരത്ത് മത്സ്യകൃഷി വിളവെടുപ്പ് മഹോത്സവം തിങ്കളാഴ്ച നടന്നു.
മണലാടി ജംഗ്ഷന് സമീപം നടന്ന വിളവെടുപ്പ് മഹോത്സവം കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക്, പാടശേഖര സമിതികൾക്ക് പെട്ടെന്നൊരു പ്രയോജനം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടനാട് പാക്കേജിൽ ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായി എന്ന് തോന്നുന്ന ഒരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു. അതാണ് ഈ മത്സ്യകൃഷി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഡാക്കാണ് ഫിഷറീസിന്റെ ഈ പ്രോജക്ട് നടപ്പാക്കിയത്. ഇത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ അവർ കഴിഞ്ഞു. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത് ഒരു നെല്ലും ഒരു മീനും എന്നത് വിപ്ലവകരമായ ഒരു പദ്ധതിയായിരുന്നു. അത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആ ഒരു നെല്ലും ഒരു മീനും പദ്ധതി വീണ്ടും നമ്മുടെ പാടങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടനാട് പാക്കേജിൽ ഈ പദ്ധതി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഉൾപ്പെടുത്തിയത്. ആ ഉൾപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അതിന് അനുവദിച്ച തുക, ആ തുക അഡാക്കിനെ ഏൽപ്പിക്കുകയും കുട്ടനാടിന്റെ പാടശേഖരങ്ങളിലെല്ലാം തന്നെ മത്സ്യകൃഷിയിൽ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷമുണ്ട്. കുട്ടനാട് പാക്കേജിൽ മത്സ്യകൃഷിയെങ്കിലും നമുക്ക് വിജയകരമായി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായ കാര്യമാണ്. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ബ്രിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാടശേഖര സമിതി സെക്രട്ടറി കെ എക്സ് വർഗീസ്, അഡാക്ക് റീജിയണൽ എക്സിക്യൂട്ടീവ് സി പി അനിരുദ്ധൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ലിസമസ് കറിയ, ജോസഫ് ചേക്കോടൻ, പി ടി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം കൃഷിഭവന് കീഴിലുള്ള ചെപ്പിലാക്ക ശങ്കരമംഗലം പാടശേഖരത്ത് മത്സ്യകൃഷി വിളവെടുപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. നിർവഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി അനിരുദ്ധൻ, പി എൻ വിക്രമൻ നായർ, ഫിലിപ്പ് വി സി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള ജലകൃഷി വികസന ഏജൻസിയായ അഡാക്കിന്റെ നേതൃത്വത്തിൽ ഒരു നെല്ലും മീനും മത്സ്യ സമൃദ്ധി പദ്ധതിയിലാണ് മത്സ്യകൃഷി നടത്തിയത്. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആൽഫ പാലിയേറ്റീവ് കെയറിന്റെയും ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച നടത്തത്തിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എം.പി. നിർവഹിച്ചു. സന്തോഷകരമായ കാര്യം, സാന്ത്വനം ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. ആരും പറഞ്ഞു തന്നെ ചെയ്യേണ്ടതോ ആരും പ്രചരിപ്പിച്ച് ചെയ്യേണ്ടതോ അല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ ഈശ്വരൻ നമുക്ക് നൽകിയിരുന്ന അനുഗ്രഹം, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. യാതൊരു തെറ്റവും കുറ്റവും ചെയ്യാതെ വിധിയുടെ ക്രൂരതയുടെ പുറത്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ജന്മങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുമ്പോഴും അത്തരം ജീവിതങ്ങളെ കണ്ട് അതിന് സ്പർശനം, സാന്ത്വനത്തിന് സ്പർശം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത കടമയുടെ ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ജില്ലാ കളക്ടർ എൻ പത്മകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നടത്തത്തിൽ പങ്കെടുത്തു. കൂട്ടനടത്തം EMS സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ചരമവാർത്തകൾ. മുട്ടാർ കോനുമടയ്ക്കൽ അന്നമ്മ ചാക്കോ 87 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിടവക തൈച്ചേരി കുഞ്ഞച്ചന്റെ മകൻ കെവിൻ 16 വയസ്സ് ലണ്ടനിൽ വെച്ച് നിര്യാതനായി. സംസ്കാരം പിന്നീട് പാറേപ്പള്ളി ദേവാലയ സെമിത്തേരിയിൽ. വെളിയനാട് അച്ഛന്റെ വീട്ടിൽ രമണൻ 65 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് വെളിയനാട് 6-ാം നമ്പർ SNDP ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കണക്കുണ്ടോ എങ്കിൽ പാക്കേജ് തരാം. കുട്ടനാട് പാക്കേജിനായി ചിലവഴിച്ച തുകയുടെ കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇനിയും തുക അനുവദിപ്പിക്കാമെന്ന് കെ സുരേന്ദ്രൻ. പാളയത്തിൽ തന്നെ പടപ്പുറപ്പാട്. ബാലകൃഷ്ണപിള്ളയുടെ ചെയർമാൻ സ്ഥാനം നിലനിർത്താൻ നിയമ ഭേദഗതിക്കൊരുങ്ങിയ UDF ഗവൺമെന്റിനെതിരെ KSU രംഗത്ത്. പോളവാരിയാൽ കാശില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പാടശേഖരങ്ങളിലെ പോളവാരൽ ഒഴിവാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനാണെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ. ക്യാമ്പസുകൾ ജാതി സംഘടനകളുടെ റിക്രൂട്ടിംഗ് ഏജൻസികളാക്കി മാറ്റിയെന്ന് അഡ്വക്കേറ്റ് M ലിജു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.